നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാലപ്പം റെസിപ്പിയാണ്. 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തുകണത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് 3 മണിക്കൂർ വെക്കാം. അതിനുശേഷം പിന്നെ ആ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് അരി എടുത്തതിൻ്റെ പകുതി ചോറും തേങ്ങ ആഡ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തുകൊണ്ട് 1 ഗ്ലാസ് ചോറും 1 ഗ്ലാസ് തേങ്ങ തന്നെയാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും 3 ടീസ്പൂണ് പഞ്ചസാര കൂടിയും അതിലിട്ടുകണ്. പിന്നെ പകുതി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് അങ്ങനെ 2 ട്രിപ്പാക്കിയിട്ടാണ് അടിച്ചെടുത്തത്. വെള്ളം പിന്നെ മിക്സിൻ്റെ ജാറിൽ അരിയിട്ടിട്ട് അതിൻ്റെ ഒപ്പത്തിനാക്കിയാണ് വെള്ളം എടുത്തത്. വെള്ളം ഏറിപ്പോയാൽ പിന്നെ അത് ചുട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കാരം. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ പൊളിച്ച് പൊന്താൻ നല്ലതാണ്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൊന്തി വരുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ്. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ അധിക പ്രാവശ്യം ഉണ്ട് അത് പൊന്തിയിട്ട് കുറച്ച് ചിന്തലൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ ചിന്തി പോയിട്ടൊന്നുമില്ല, എന്നാലും പൊന്തിയൊക്കെ ചെയ്തിരുന്നു പാകത്തിനൊക്കെ. റൈസ് കുക്കറിന് എടുത്തതിന് ശേഷം ഞാൻ ഉപ്പിട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കിനി. ഇതുപോലെ ആരെങ്കിലും പാലപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ്.